ചർച്ചയ്ക്കിരിക്കുന്നതിന് മുൻപേ പുനഃസംഘടനാ ചർച്ച ചൂടുപിടിക്കുന്നതായി ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ പുറത്തുവരുന്നു. നീറ്റ് ചോർച്ചയിലെ CJP സമരം തണുപ്പിക്കാൻ ധർമ്മേന്ദ്ര പ്രധാന് പകരം നിർമ്മല സീതാരാമനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയേക്കും എന്ന സൂചനകളുണ്ട്. സമവായ ചർച്ചയുടെ ഭാഗമായി ഏതാനും നിർദ്ദേശങ്ങൾ മോദിയുടെ പരിഗണനയിലുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്നാൽ CJP സമരം മൂലം നേരത്തെ നിശ്ചയിച്ചിരുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ അവസാനവട്ടം ചില തിരുത്തലുകൾ വരുത്തിയെന്നാണ് സൂചന. അതിൽ ഏറ്റവും പ്രധാനം ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് മാറ്റം നടത്തും. രാജിയില്ല. നേരത്തെ മന്ത്രിമാരായ പ്രധാനും പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവും സംഘടനയിലേക്ക് തിരികെ പോകുമെന്നും മുൻ മന്ത്രി അനുരാഗ് ഠാക്കൂർ തിരികെ എത്തുമെന്നുമായിരുന്നു സൂചന. എന്നാൽ പ്രധാനെ ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത് കേന്ദ്ര സർക്കാരിന് ഒരു തിരിച്ചടി സമ്മാനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു തീരുമാനം മാറ്റിയിരിക്കുന്നു. CJP സമരത്തിന് മുന്നിൽ മുട്ടുമടക്കി എന്ന ധാരണ പരത്തും എന്നുള്ള ഒരു വിലയിരുത്തലുകൾ ഉള്ളതിനാൽ തന്നെ പ്രധാന്റെ ആ ഒരു മാറ്റം വകുപ്പ് മാറ്റത്തിൽ മാത്രമായി ഒതുക്കിയേക്കും. പുതിയ BJP നിതിൻ നബീന്റെ സംഘടനാ ടീം രൂപവൽക്കരിക്കാനും അടുത്തിടെ NDAയിലെത്തിയ സഖ്യകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതിനു വേണ്ടിയാണ് പുനഃസംഘടന ആലോചിച്ചു വെച്ചിരുന്നത്. മന്ത്രി ജോർജ് കുര്യനും സ്ഥാനം ഒഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച 17 ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിച്ചത് പുനഃസംഘടനയ്ക്ക് മുന്നോടിയായിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ശക്തികാന്ത ദാസ് ധനമന്ത്രിയാകുമെന്നാണ് വിവരങ്ങൾ. രാഘവ് ചത്തയ്ക്ക് കിട്ടാൻ പോകുന്ന വകുപ്പ് ഏതാണ് എന്നുള്ള സൂചനകളൊന്നും പുറത്തു വരുന്നില്ല. ധനമന്ത്രി നിർമ്മല സീതാരാമന് പകരം മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസ് മന്ത്രിയാകും എന്നതാണ് മറ്റൊരു വിവരം പുറത്തുവരുന്നത്. രഘുറാം രാജന് പകരം ശക്തികാന്ത ദാസ് RBI ഗവർണറായിരുന്നു. ആ ചുമതല ഒഴിഞ്ഞപ്പോൾ മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി. മോദിയുടെ വിശ്വസ്തനായ ദാസ് ധനകാര്യ മാനേജ്മെന്റ് വിദഗ്ധനാണ്. അതേസമയം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ പേരും ചർച്ചയിലുണ്ട്. അരുൺ ജെയ്റ്റ്ലി മരിച്ചതിനെ തുടർന്ന് പീയൂഷ് ഗോയൽ ധനമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്നു. AAPയിൽ നിന്ന് അടുത്തിടെ എത്തിയ രാഘവ് ചദ്ദ മന്ത്രിയാകുമെന്ന സൂചനയുണ്ട്. കൂടാതെ ശിവസേന നേതാവ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ മകൻ ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെയും മന്ത്രിയായേക്കും എന്നാണ് വിവരങ്ങൾ. അടുത്തിടെ ഉദ്ധവ് വിഭാഗത്തിൽ നിന്ന് 6 പേരെ ഷിൻഡെയുടെ നേതൃത്വത്തിൽ NDAയിൽ എത്തിച്ചിരുന്നു. TMCയിൽ നിന്ന് വന്നവർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. നിതീഷ് കുമാറിന് കൂടുതൽ പരിഗണനയും ചർച്ചയിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വീണ്ടും അമിത്ഷാ ഉപപ്രധാനമന്ത്രി എന്ന് കേൾക്കുന്നു. പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകളിൽ ഏറ്റവും മുന്നിലുള്ളത് ഉപപ്രധാനമന്ത്രി സ്ഥാനമാണ്. അമിത്ഷാ ഉപപ്രധാനമന്ത്രിയാകുമെന്നാണ് ഊഹാപോഹങ്ങൾ. എങ്കിൽ BJPയുടെ ഭാവി നേതൃത്വത്തിലേക്കും ഇത് ഒരു ചൂണ്ടുപലകയായി വിലയിരുത്തുന്നു. അക്കാര്യത്തിൽ RSS നിലപാട് നിർണായകമാകും. ബംഗാൾ പിടിച്ചെടുത്തതും TMCയും AAPയും അടക്കമുള്ള പാർട്ടികളെ പിളർത്തിയതും പാർട്ടിയിൽ അമിത്ഷായുടെ സ്വാധീനം കൂട്ടിയിരുന്നു. അതിനിടെ അയോധ്യ സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾ തിരിച്ചടിയായിരുന്നു. എന്നാൽ വാജ്പേയി സർക്കാരിന്റെ അവസാന വർഷങ്ങളിൽ LK അദ്വാനിയെ ഉപപ്രധാനമന്ത്രിയാക്കിയിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ല എങ്കിൽ ദില്ലി സമരത്തിന് എത്തുന്നവരാൽ ദില്ലി സമരക്കാരെ കൊണ്ട് നിറയും എന്നായിരുന്നു പാർട്ടികൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് CJP പറയുന്നത്. അങ്ങനെ CJP പറയുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ല. ധർമ്മേന്ദ്ര പ്രധാന് വകുപ്പ് മാറ്റം എന്ന ഒരു സാധ്യത മാത്രമാണ് ഇപ്പോൾ തെളിയുന്നത്. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടും സമരവേദിയിലേക്ക് ആളുകൾ എത്തുന്നത് തുടരുകയാണ്. അതിനിടയ്ക്ക് RSSൽ നിന്ന് ഒരു പ്രസ്താവന വന്നിരുന്നു. മോഹൻ ഭാഗവത് പറഞ്ഞത് കുട്ടികൾ പഴയ കുട്ടികളല്ല, പഴയ തലമുറയിലെ കുട്ടികളല്ല, അവർ പറയുന്നത് എന്താണ് എന്നുള്ളത് കേൾക്കണം എന്നാണ് RSSന്റെ ഭാഗത്തു നിന്ന് വന്ന കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുകയല്ല, അദ്ദേഹത്തിന്റെ വകുപ്പ് മാറ്റം ഉണ്ടാകും. പകരം ആ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള സ്ഥാനത്തേക്ക് നിർമ്മല സീതാരാമൻ എത്തും. വളരെ സമചിത്തതയോടുകൂടി പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ധനവകുപ്പ് ഇതുവരെ കൈകാര്യം ചെയ്ത ഒരു വ്യക്തി, വളരെ നല്ല രീതിയിൽ ധനവകുപ്പ് കൈകാര്യം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഒരു സ്ഥാനത്ത് നിന്ന് നിർമ്മല സീതാരാമനെ മാറ്റി നിർമ്മല സീതാരാമൻ സമചിത്തതയോടുകൂടി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസ മേഖല നിർമ്മല സീതാരാമനെ ഏൽപ്പിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത്. പിന്നീട് കുട്ടികൾ, പുതിയ തലമുറയെ കൈകാര്യം ചെയ്യാൻ ഒരു സ്ത്രീ എത്തുമ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു സമചിത്തത പാലിക്കുന്ന ഒരു വ്യക്തിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ അത് എന്തുകൊണ്ടും നിർമ്മലയ്ക്ക് തന്നെയാണ് ഏറ്റവും അനുയോജ്യം എന്ന വിലയിരുത്തലുകളും വരുന്നു. എന്തായാലും ഏകദേശം ഒരു ധാരണയായി എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ ഈ സൂചനകളുമായി അല്ലെങ്കിൽ ഈ ഒരു തീരുമാനങ്ങളും ഈ ഒരു നിർദ്ദേശങ്ങളുമായിട്ടായിരിക്കും പാർട്ടികൾക്ക് മുന്നിൽ 3:30ക്കുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര നേതൃത്വം ഇരിക്കുക. എന്തായാലും 3:30 കഴിയുമ്പോൾ ഇത് ഈ ഒരു സമരത്തെക്കുറിച്ചും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ തീരുമാനങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു വിവരം, ഏറെക്കുറെ ഒരു ധാരണ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3:30ക്കുള്ള ചർച്ച അതിവ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.